ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഒരു നാടൻ പത്തിരി റെസിപ്പിയാണ്. നോർമൽ പത്തിരിയല്ല, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കാം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന നിലയ്ക്ക് 2 കപ്പിന് 3 കപ്പ് വെള്ളം കുറച്ച് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് നേരം അവിടെ വയ്ക്കുക, ഒന്ന് ചൂട് കുറയാൻ വേണ്ടിയിട്ട്. കുഴയ്ക്കാനുള്ളൊരു പാകത്തിനാവുമ്പോൾ നമുക്കെടുത്ത് കുഴയ്ക്കാം. ഇനി കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടെയൊക്കെ ചേർക്കേണ്ടി വരും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് അതിന് സ്വാദ് ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു വാഴയുടെ ഇല എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. പറ്റ ചെറിയ ബോളല്ല, കുറച്ച് കട്ടിയാണ് ഈ പത്തിരി ഉണ്ടാവുക. നോർമൽ പത്തിരി പോലെ നൈസായിട്ടല്ല ഉണ്ടാവുക. 1/2 ഇഞ്ച് കട്ടി വേണം പത്തിരിക്ക്. ആ രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വട്ടത്തിലുള്ള പത്തിരി വേണമെങ്കിൽ കുറച്ചൊരു വലിയ ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി വട്ടത്തിലുണ്ടാവും. ഇത് ചെറിയ ചെറിയ പത്തിരിയായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് ഇങ്ങനെ നെയ്യുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുറച്ചൊരു തിക്നെസ് വേണം, അത് മറക്കരുത്. എന്നിട്ട് ഒരു പാൻ വയ്ക്കുക. വേറെ നെയ്യോ എണ്ണയൊന്നും ചേർക്കണ്ട. ഇതൊന്ന് ചുട്ടെടുക്കണം. ഈ പത്തിരി ഓരോന്നും കുറച്ച് തേങ്ങാപ്പാൽ മുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് റെഡിയാക്കി വയ്ക്കാം. പത്തിരി നല്ലപോലെ പൊള്ളി വരും, നല്ല ഷാറായിട്ട് തന്നെ വരും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ചുട്ടെടുക്കാനുള്ള ടൈം കൊടുക്കുക. ഇപ്പോൾ ഇത് പൊന്തി വരുമ്പോൾ പതുക്കെ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാലൊന്ന് മുക്കി നമ്മളത് കാസറോളിലേക്ക് മാറ്റും. ഇതേപോലെ ബാക്കിയുള്ള ഓരോ പത്തിരിയും നന്നായി വെന്തതിന് ശേഷം തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കുക, കാസറോളിലേക്ക് മാറ്റും. ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബീഫ് കറി, ചിക്കൻ കറി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല നെയ്യും നല്ല സോഫ്റ്റുള്ള ഒരു അടിപൊളി പത്തിരിയാണ്. മസ്റ്റ് ട്രൈ. താങ്ക് യു.